ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ബലിരൂപിയുടെ വലിയ പ്രതിമകൾ അവിടെ പൊട്ടിക്കിടക്കുന്ന വൈദേഹി കണ്ടു. ആ പ്രതിമകൾ നോക്കിക്കാണെ തന്റെ ഉള്ളിൽ പുച്ഛം നിറയുന്ന വൈദേഹി അറിഞ്ഞു. ഒന്നിനും കൊള്ളാത്ത തങ്ങളുടെയൊക്കെ ജീവിതം തകർത്ത വെറും പ്രതിമകൾ. ഒന്നിനും ശക്തിയില്ലാത്ത ഈ സാധനത്തിന് വേണ്ടിയാണല്ലോ താൻ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തെന്നോർത്ത് വൈദേഹിക്ക് ആദ്യമായി കുറ്റബോധം തോന്നി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏകദേശം 30ഓളം സ്ത്രീകളെ തങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭൈരവനും കൂട്ടരും സമ്മതിച്ചു. 4-5 ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ വൈദേഹിയുടെ വീടിന്റെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടി. മേഘയും സിദ്ധാർത്ഥും അടക്കമുള്ളവർ വൈദേഹിയുടെയും ഭൈരവന്റെയും വെളിപ്പെടുത്തലിൽ വല്ലാതെ ഞെട്ടിപ്പോയിരുന്നു. 30 സ്ത്രീകളെ തന്തയും മോളും കൂടെ കൊന്നുവെന്ന്. എന്തോ ഭാഗ്യത്തിനാണ് താനും തന്റെ കുടുംബം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നെന്ന് സിദ്ധാർത്ഥിനപ്പോൾ തോന്നി. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പത്രക്കാരും നാട്ടുകാരും മറ്റു ജനങ്ങളെല്ലാം തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. അത്രയും നാൾ ഭയമെന്തെന്നറിയാത്ത വൈദേഹി, കൗമാരപ്രായം കഴിഞ്ഞ മുതൽ വില കൂടിയ പട്ടുസാരിയല്ലാതെ മറ്റൊരു വേഷം ധരിച്ചിട്ടില്ലാത്ത വൈദേഹി, നിറയെ ആഭരണങ്ങൾ ധരിക്കാതെ കണ്ണുകൾ കൺമഷി കൊണ്ട് നന്നായി നീട്ടി വരച്ചെഴുതാതെ വലിയ പൊട്ടു തൊടാതെ മുറിക്ക് പുറത്തിറങ്ങാത്ത വൈദേഹി, ഒരു വില കുറഞ്ഞ സാധാരണ കുർത്തിയും ബോട്ടും ധരിച്ച് പോലീസുകാരെ ആരോ കൊടുത്തൊരു ഷോൾ കൊണ്ട് മുഖവും തലയും മറച്ച് ആളുകളിൽ നിന്ന് തള്ളിയിട്ടുമോ എന്ന് ഭയന്ന് ചുളുങ്ങിക്കൂടി പോലീസുകാർക്കിടയിലൂടെ നൂണ്ട് വണ്ടിയിലേക്ക് കയറി. ഭൈരവനും ബാക്കി 3 പേരും വേറൊരു വണ്ടിയിലാണ്. വണ്ടി എടുക്കുന്ന ഗ്യാപ്പിൽ തന്നെ 4-5ഓളം മൈക്കിൾ വണ്ടിയിലേക്ക് അവളുടെ അടുത്തേക്ക് വന്നു. ഈ നരബലികളെ കുറിച്ച് എന്താണ് വൈദേഹിക്ക് പറയാനുള്ളത്? പിന്നെ എന്തൊക്കെയോ പത്രക്കാരുടെ ചോദ്യങ്ങൾ. വൈദേഹി നാവ് ഉയർത്താൻ പോലും ഭയന്ന് ചെവി പൊത്തി തലതാഴ്ത്തിയിരുന്നു. അവരെയും വഹിച്ചുകൊണ്ട് വണ്ടികൾ ഏഴിലും തറവാട് വിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. മേഘയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു സിദ്ധാർത്ഥ്. MIC ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആലീസിനെയാണ് മേഘയെ കാണിച്ചത്. ഇത്രയും ദിവസത്തെ മാനസികമായും ശാരീരികമായുള്ള ടോർച്ചറിങ്ങും ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തൊക്കെയായി മേഘയുടെ ഹെൽത്ത് വല്ലാതെ വീക്കായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും വീട്ടിൽ നന്നായി റെസ്റ്റ് എടുത്താൽ മതിയെന്നും ആലീസ് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് പിന്നെ അങ്ങനെ തന്നെ മതിയെന്ന് വെച്ചു. മേഘയ്ക്ക് 2 കൗൺസിലിംഗ് സെഷൻ കൂടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഇന്നായിരുന്നു. അതുകൂടെ അവർ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ മേഘ ഓക്കെയാണ്. എന്നാൽ അടുത്തൊരു സെഷൻ കൂടെ അറ്റൻഡ് ചെയ്യാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു. പോകാൻ സിദ്ധേട്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതായിരുന്നു സിദ്ധാർത്ഥും മേഘയും. കഴിച്ചു കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥ് എന്തോ ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവനെ മേഘ വിളിച്ചത്. മേഘ, എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, കുറെ നാളിൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് മാളിലേക്കൊന്ന് ചുറ്റി ഒരു സിനിമ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം. എന്താണ് സിദ്ധാർത്ഥ് ഇങ്ങനെ പറയുന്നത് മേഘ ആലോചിച്ചു. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ ബഹളത്തിന്റെ ഇടയിൽ നിന്ന് തീരെ താല്പര്യം ഉണ്ടായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇനിയും വന്നില്ലെങ്കിൽ തനിക്കോ കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ്. എത്രയും വേഗം വീട്ടിലെത്താനാണ് വിചാരിക്കുന്നത്. അതിനിടയിൽ എന്താണ് സിദ്ധുവേട്ടൻ ഇങ്ങനെ പറയുന്നത്? സിദ്ധാർത്ഥ് അപ്പോൾ വേറൊരു ചിന്തയിലായിരുന്നു. ഇന്ന് തെളിവെടുപ്പിന് വൈദ്യയും കൂട്ടി 7-ലേക്ക് കൊണ്ടുവരുന്നത് അവർ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനിടയിലേക്ക് മേഘയെ കൊണ്ടുപോകേണ്ടെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അവൾ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും വൈദേഹി ഭൈരവൻ എന്ന് കേൾക്കുമ്പോൾ അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും ആളും ആളൊക്കെ വൈകുന്നേരത്തോട് ഒതുങ്ങും. അപ്പൊ തിരികെ വീട്ടിൽ പോയാൽ മതി. മേഘയുടെ അച്ഛനും അമ്മയും അനിയത്തിമാരും 7 തന്നെയാണ് ഉള്ളത്. അന്നത്തെ സമ്പത്തിന് ശേഷം അവർ തിരികെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. അവരെ പരമേശ്വരനും രേണിയും വിട്ടില്ലെന്ന് പറയുന്ന അവൻ ശരി. എല്ലാവരും നന്നായി ഭയന്നു പോയിരുന്നു. അവർ മേഘയുടെ വീട്ടിലായിരുന്നുവെങ്കിൽ മേഘയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാമായിരുന്നു. മേഘയുടെ മുഖം കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ പോകാത്തെന്നാണ് അവളുടെ മുഖം ചോദിക്കുന്നത്. മേഘ, അവരിക്കും തെളിവെടുപ്പിന് കൊണ്ടുവരും. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് പോകണ്ട. അവളോട് എനിക്ക് നല്ല പകയുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ നമ്മളവിടെ ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. അത് മതിയില്ലേ? വൈദ്യയുടെയും ഭൈരവനെയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ മേഘയുടെ മുഖം കുനിഞ്ഞുപോയി. ആ ഇരുട്ടറയും അതിൽ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളെല്ലാം അവളുടെ ഓർമ്മയിലൂടെ മിന്നിമറഞ്ഞു. അത് മതി സിദ്ധേട്ടാ, മേഘ പെട്ടെന്ന് പറഞ്ഞു. രണ്ടാളും ആൾ കയറി സിനിമയും കണ്ട് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ മേഘയുടെ മൂടികെട്ടിയ അവസ്ഥയൊക്കെ ഏറെക്കുറെ മാറി തുടങ്ങിയിരുന്നു. കടലിൽ ഇറങ്ങാനും നിൽക്കാതെ തീരത്ത് വെറുതെ ഇരിക്കായിരുന്നു രണ്ടുപേരും പരസ്പരം മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന പോലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരുപാട് കഥകൾ ബാക്കിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ചെന്നൈയിൽ പോയെന്ന് തൊട്ട് മേഘയെ കഴിഞ്ഞ ദിവസം കണ്ടുകിട്ടുന്നവരെയുള്ള കഥകൾ. വൈദേഹിയെ മേഘ കൊണ്ടുപോയ കഥയെ കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് പിന്നെയും അവളോട് വെറുപ്പ് കൂടിക്കൊണ്ടിരുന്നു. സിദ്ധുവേട്ടാ, എന്നിട്ട് എന്താ ഉണ്ടായത്? സിദ്ധുവേട്ട നടക്കാൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാ അതൊക്കെ ശരിയായത്? സിദ്ധാർത്ഥിന്റെ അവസ്ഥ ആദ്യമൊന്നും മേഘയെ അറിയിച്ചില്ലെങ്കിലും തറവാട്ടിൽ വന്നതിന് ശേഷം രേണുക അവളോട് എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ സിദ്ധാർത്ഥിനോട് അങ്ങനെ ചോദിച്ചത്. ഇനിയിപ്പോൾ അവളോട് അതൊന്നും പറയുന്നതിൽ പ്രശ്നമില്ലല്ലോ, എല്ലാം മാറിക്കഴിഞ്ഞല്ലോ എന്ന് സിദ്ധാർത്ഥ് ഓർത്തു. അതുകൊണ്ടല്ലോ മേഘ, ഞാനും അമ്മയെപ്പോലെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ സംസാരിക്കാൻ പോലും കഴിയാതെ ഒരേ കിടപ്പ് തന്നെയായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നന്ന് അവൾ എനിക്കൊരു പണിയെന്നല്ലോ, അതിൻ്റെ പോലായിരുന്നു അത്. പിന്നെ സിദ്ധാർത്ഥ് ചെന്നൈയിൽ വെച്ച് ഗുരുവിനെ കണ്ടതും അരുൺദത്തിനെ കണ്ടതും പാർവതിയെ പരിചയപ്പെട്ടെല്ലാം മേഘയോട് പറഞ്ഞു കൊടുത്തു. സിദ്ധാർത്ഥ് പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരിക്കായിരുന്നു മേഘ. നിന്നെ കാണുന്നില്ല, പോരാത്തിന് അവിടെ ഒരു കള്ളക്കഥയും. അമ്മക്ക് വയ്യ, എനിക്ക് വയ്യ, അച്ഛനാകെ തളർന്നു, നിന്റെ വീട്ടുകാർ അതിലേറെ തളർന്നു.
ഞാനാണെങ്കിൽ ചുറ്റും നടക്കുന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥ, വിരൽ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതി. എല്ലാം കൈവിട്ടു പോയ സമയത്താണ് അവൾ വന്ന്, പാർവതി. അവളാണ് വൈദേഹിക്കും ഭൈരവനൊക്കെ നല്ല കൊടുത്തതും എൻ്റെ അസുഖം മാറ്റിയെന്നും മേഘയും കുട്ടികളൊക്കെയുള്ള അറ കാണിച്ചതെന്നല്ല. അവളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആകെ വലഞ്ഞു പോയേനെ. അതിന് പിന്നെ ശരിക്കൊന്നും കണ്ടിട്ട് കൂടിയില്ല. ഒരു നന്ദി പറയണം. നന്ദി പറഞ്ഞാലൊന്നും അവളോടുള്ള കടപ്പാട് തീരില്ല. എന്നാലും കഥകളൊക്കെ കേട്ട് മേഘയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ അവളെ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. സിദ്ധുവേട്ടൻ നേരത്തെ ഇത് പാർവതിയുടെ കാര്യം പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്ന പുതിയ പെൺകുട്ടി പാർവതിയോ? കണ്ണുകളൊക്കെ തുടച്ച് മേഘ എന്തോർത്ത് പോലെ ചോദിച്ചു. അതേന്നേ, നമ്മുടെ വീട്ടിൽ സുജാത ചേച്ചി സഹായത്തിനായി കൊണ്ടുവന്ന പെൺകുട്ടി. ഞാൻ മേഘയുടെ ഒരു കാര്യം പറയാം. അവൾ ജോലിക്കാരിയൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗുരു, അദ്ദേഹത്തിൻ്റെ മകളാണ്. അവളൊരു ഡോക്ടറാ. ആ കുട്ടിയാ അത്. ആ കുട്ടി ഡോക്ടറോ? 18-20 വയസ്സ് കൂടി ഒന്ന് കാണും. അപ്പം എങ്ങനെയാ ഡോക്ടറായത്? ഏയ് അല്ല മേഘ, അവൾക്ക് എന്നാലും ഒരു 27 വയസ്സുണ്ടാവും. സിദ്ധാർത്ഥ് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ മേഘ ഒരു നിമിഷം ആലോചിച്ചിരുന്നു. ആണോ? എനിക്കെന്തോ ആ കുട്ടിയെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. വീട്ടിലെത്തിരുന്ന് എനിക്ക് ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആരോടും പറയേണ്ടെന്ന് അവൾ പറഞ്ഞു. കാരണം ഞാനിതുവരെ അവളെ പറ്റി ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് പോയത്. ചെന്ന ഉടനെ തന്നെ സിദ്ധാർത്ഥ് പാർവതിയാണ് തിരക്കിയത്. 2-3 ദിവസമായിട്ട് ഓട്ടവും പാച്ചിലൊക്കെ ആയിരുന്നു. അവൾ പിന്നെ ശരിക്കും കണ്ടുകൂടെയില്ല. സുജാത പാർവതി വിളിക്കാൻ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുജാത പാർവതിയും കൂട്ടി സിദ്ധാർത്ഥിന്റെയും മേഘയുടെ അരിയിലേക്ക് വന്നു. മോനെ അന്വേഷിച്ചില്ല പാർവതിയെ. പാർവതി. പൂമുഖത്തിരിക്കായിരുന്ന സിദ്ധാർത്ഥും മേഘയും സുജാതയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടാളും തിരിഞ്ഞു നോക്കി. ആളെ കണ്ടപ്പോൾ മേഘ പുഞ്ചിരിച്ചു. പക്ഷേ സിദ്ധാർത്ഥിന് പാർവതിയെ കണ്ടപ്പോൾ അമ്പരപ്പാണ് തോന്നിയത്. ഇതാണ് സുജാത ചേച്ചി? ഇത് പാർവതി. മോൻ നേരത്തെ അന്വേഷിച്ച പാർവതി. ഞാനിവിടെ സഹായത്തിന് വേണ്ടി വന്ന കുട്ടിയാ. സിദ്ധാർത്ഥ കേട്ടപ്പോൾ ചിരിച്ചു. ഇതല്ല സുജാത ചേച്ചി ഞാൻ പറഞ്ഞ്, വേറെ കുട്ടി ഉണ്ടായിരുന്നില്ലേ പാർവതി? അവളെ ഞാൻ ചോദിച്ചു. ഇത്തവണ സുജാതയാണ് പകച്ചത്. മോൻ ആരുടെ കാര്യം ഈ പറയുന്നത്? ഇവിടെ ഈ കുട്ടിയല്ലാതെ വേറൊരു പാർവതി ഇല്ല. ചേട്ടാ, ഞാനാ പാർവതി. ചേട്ടൻ ചിലപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതാവും മനസ്സിലാകാഞ്ഞ്. വയ്യാതെ കിടക്കുകയായിരുന്നില്ലേ? നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ പാർവതി അറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് പകപ്പ് വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഗുരുവിന്റെ മകൾ പാർവതിയോടെ പോയി. ഇത് പാർവതിയാണെങ്കിൽ ആ പാർവതിയോടെ? ഇവിടെ വേറെ പാർവതി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് സുജാത ചേച്ചി പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കും? മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി മേഘ പറഞ്ഞ പോലെ 18-20 വയസ്സ് പ്രായം വരുന്ന ആ കുട്ടിയെ സിദ്ധാർത്ഥ് മിഴിച്ചു നോക്കി. ആരും അറിയാതെ വന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ വന്ന സ്ത്രീക്ക് സുജാത ചേച്ചിയൊക്കെ അവൾ എന്തായാലും കണ്ടിരിക്കില്ലേ? ചിലപ്പോൾ അവൾ സുജാത ചേച്ചിയുടെ പേര് മാറ്റി പറഞ്ഞാണെങ്കിലോ, വേറെ പേരാണ് പറഞ്ഞെങ്കിലോ? സിദ്ധാർത്ഥന്റെ ഫോൺ വേഗം എടുത്തു. ചെന്നൈയിൽ വെച്ച് പിരിയാൻ നേരം എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ മൊബൈലിൽ അവൻ തപ്പിക്കൊണ്ടിരുന്നു. അവസാനം ആ ഫോട്ടോ കിട്ടി. 6 ആളും കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ. ഗുരുവിന്റെ അടുത്താണ് പാർവതി ഇരിക്കുന്നത്. ചേച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇവളോട് ഉണ്ടായിരുന്നില്ലേ? സുജാത സിദ്ധാർത്ഥിന്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് സൂക്ഷിച്ച് നോക്കി. ഇല്ല കുഞ്ഞെ, ഇങ്ങനെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ മോളെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. സുജാത പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധാർത്ഥ ആകെ അസ്വസ്ഥനായി. അതെങ്ങനെ സംഭവിക്കും? ഇത്രയും ദിവസം ഉണ്ടായവൾ മായാവി എന്നല്ലല്ലോ എല്ലാവരെയും കണ്ടുവെട്ടിച്ച് നടക്കാൻ. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റൂ. രേണുക്ക് സിദ്ധാർത്ഥന്റെ കയ്യിലിരുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. അമ്മയും പാർവതിയെ കണ്ടാണല്ലോ. പക്ഷേ രേണുക്കൊന്നും വ്യക്തമായി ഓർമ്മയില്ലത്രേ. എല്ലാം ഒരു പുകമറക്കുള്ളിൽ എന്ന പോലെയാണത്രേ ഇപ്പോൾ തോന്നുന്നു. സിദ്ധാർത്ഥ് വീണ്ടും അസ്വസ്ഥനായി. ഇതിപ്പോ എന്താ കഥ? എന്തുപറ്റി സിദ്ധുവേട്ടാ? സിദ്ധാർത്ഥിന്റെ പരാക്രമം കണ്ട് മേഘ തിരക്കി. ഏയ് ഒന്നുമില്ല മേഘ, ആരോടും പറയണമെന്നൊക്കെ പറഞ്ഞ. പക്ഷെ എന്നാലും ഇത്രയും ദിവസം അവളിവിടെ താമസിച്ചല്ലേ, ആരും കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ. എന്നാൽ അവൾ എന്നോട് പറയാതെ പോയത് എന്തിനാ? ഈ കുട്ടി ഞാൻ പറഞ്ഞ പാർവതി അല്ല. ഞാനെന്നാലും വിനീതിനെ വിളിക്കട്ടെ. പാർവതിയുടെ വീട് വിനീതിനറിയാം. നമുക്ക് നാളെ അവിടെ നിന്ന് പോവാം. എനിക്കവളെ നേരിട്ടൊന്ന് കാണണം. കാര്യം പറഞ്ഞപ്പോൾ മേഘ ആലോചിച്ചിരുന്നു. സിദ്ധുവേട്ടൻ പറയുന്ന പാർവതി പിന്നെ എവിടെ പോയി? എനിക്കും എന്തായാലും ആളെന്ന് കാണണം. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ രക്ഷിച്ചുകൊണ്ടുവന്ന ആളല്ലേ. നന്ദി പറഞ്ഞാലും തീരില്ലെന്നറിയാം. എന്നാലും ഒന്ന് കണ്ട് നന്ദി പറയണം. എന്നാലും ഇവളിത് എന്നോട് പറയാതെ ഇങ്ങനെ പോയി കളയെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. സിദ്ധാർത്ഥിന്റെ സംശയം അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി തന്നെ സിദ്ധാർത്ഥ് വിനീതിനെ വിളിച്ച് ഗുരുവിന്റെ വീട് എവിടെയാണെന്ന് തിരക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വിനീത് ചോദിച്ചെങ്കിലും ഒന്നുമില്ല, വെറുതെ കാണാനെന്ന് മാത്രമാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. കാരണം പാർവതി വന്ന് ആരോടും പറയരുതെന്നാണല്ലോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീത് കൃത്യമായി ഗുരുവിന്റെ വീടിന്റെ ലൊക്കേഷൻ സിദ്ധാർത്ഥിന് അയച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ സിദ്ധാർത്ഥ് മേഘയും കൂട്ടി 7-ലെത്തുന്ന ഗുരുവിന്റെ വീട്ടിലേക്ക് ഇറങ്ങി. 2.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു അവിടേക്ക്. ഇത്രയും ദൂരം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സിദ്ധാർത്ഥ് മേഘയോട് വരണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അവൾക്ക് ഒരേ നിർബന്ധം, പാർവതിയെ കാണണമെന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്രയിൽ വണ്ടി നിർത്തിയും ഭക്ഷണം കഴിച്ചുമൊക്കെ അവർ ഗുരുവിന്റെ വീട്ടിലേക്ക് ഉച്ചയോടെ എത്തി. സിദ്ധാർത്ഥിനെ ഗുരു സ്നേഹപൂർവ്വം അകത്തേക്ക് വിളിച്ചിരുത്തി. മേഘയോട് സിദ്ധാർത്ഥിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കാര്യങ്ങളൊക്കെ ഗുരു പത്രങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലോ, ഇനി ഒന്നോർത്ത് വിഷമിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഗുരു, അങ്ങയുടെ മകളെവിടെ? പാർവതി?
കുറച്ച് സമയമായിട്ട് പാർവതിയെ പുറത്ത് കാണാതായപ്പോൾ മേഘ ചോദിച്ചു. അവൾ ഉറങ്ങിയാ? ഞാനിപ്പോൾ വിളിക്കാം. ഗുരു എഴുന്നേറ്റ് പോയി. സമയം 12 ഈ സമയത്ത് പാർവതി എന്തിനായിരിക്കും ഉറങ്ങുന്നതെന്ന് സിദ്ധാർത്ഥ് ഓർത്തു. ഇനി അവൾക്ക് സുഖമില്ലാതെയായോ? വൈദ്യയായിട്ട് ചിലർ യുദ്ധം നല്ല പാർവതി കൂടിയിട്ടുള്ളത്. ഇനി അതുകൊണ്ട് വല്ലതും? അല്പസമയം ഗുരു വന്നു. പിന്നാലെ പാർവതി. അവൾ വല്ലാതെ ക്ഷീണിതയായിരുന്നു. കണ്ണുകളൊക്കെ അടഞ്ഞു തൂങ്ങിയതുപോലെ, മുഖമൊക്കെ ആകെ ചീർത്തിരുന്നു. പാർവതി സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ആദ്യം അപരിചിത ഭാഗത്തിൽ നിന്നെങ്കിലും പിന്നെ എന്തോർത്തൊരു നിമിഷം നിന്നു. പിന്നെ രണ്ടുപേരെയും നോക്കി പതിയൊന്ന് ചിരിച്ചു. സിദ്ധാർത്ഥല്ലേ? നമ്മളൊന്ന് ചെന്നൈയിൽ വെച്ച് കണ്ടിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, സിദ്ധാർത്ഥാണ്. അവൾ അറിയാത്ത മട്ട് വെറുതെ കാണിക്കാമെന്ന് കരുതി സിദ്ധാർത്ഥ് കുസൃതിയോടെ തന്നെ പറഞ്ഞു. ഇത് മേഘയല്ലേ, സിദ്ധാർത്ഥിന്റെ ഭാര്യ? പാർവതി മേഘയുടെ അരികിൽ വന്നിരുന്നു. അതെ, ഞാൻ മേഘയാ. മേഘ അവളെ നന്ദിയോടെ നോക്കി. വിവരങ്ങളൊക്കെ ഞാൻ പത്രത്തിലൂടെയും മറ്റ് ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ അറിഞ്ഞു. എന്നാലും ആ സ്ത്രീ എന്ത് ദുഷ്ടയാ. സാരമില്ല മേഘ, കഷ്ടകാലൊക്കെ മാറിയെന്ന് വിചാരിച്ചാൽ മതി. പാർവതിയുടെ സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥിനും മേഘയ്ക്ക് എന്തോ കല്ലുകടി അനുഭവപ്പെട്ടു. ഒന്നും അറിയാത്ത പോലെയുള്ള സംസാരം. പാർവതിക്ക് എന്താ സുഖമില്ലേ? അവളുടെ അടഞ്ഞു തൂങ്ങിയ കണ്ണുകളും ചീർത്തിരിക്കുന്ന വെള്ള മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു. അത് യാത്ര ചെയ്തില്ല സിദ്ധാർത്ഥ്. മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? ഞാനിന്ന് മലേഷ്യയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അന്ന് സിദ്ധാർത്ഥ് ചെന്നൈയിൽ നാട്ടിലേക്ക് വന്നില്ലേ? അന്ന് വൈകുന്നേരം ഞാൻ ഒരു സെമിനാർ അവതരിപ്പിക്കാനായി മലേഷ്യയിലേക്ക് പോയി. ഇന്ന് രാവിലെ എത്തിയത്. പാർവതി പറഞ്ഞു കേട്ടോ സിദ്ധാർത്ഥും മേഘയും ഞെട്ടിത്തെരിച്ചിരുന്നു പോയി. അടുത്ത നിമിഷം തന്നെ സിദ്ധാർത്ഥ് പാർവതിയെ കൂർപ്പിച്ച് നോക്കി. പാർവതി, ഞാൻ മേഘയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവൾക്കെല്ലാം അറിയാം. പാർവതിയെ കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. അത് നന്നായി സിദ്ധാർത്ഥ്. ഇനിയിപ്പോൾ ഒന്നും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾ പോലീസിനെ പിടിയിലായി കഴിഞ്ഞില്ലേ? ചെന്നൈയിൽ വെച്ച് സിദ്ധാർത്ഥിന് വയ്യാതായ ആ സമയത്ത് മേഘയെ അറിയിച്ചില്ലെന്ന് അവൻ പറഞ്ഞിരുന്ന ആ കാര്യമാണ് മേഘയോട് അവൻ പറഞ്ഞെന്ന് ഓർത്തിട്ടാണ് പാർവതി അങ്ങനെ പറഞ്ഞത്. സിദ്ധാർത്ഥിനാകെ തലപരിക്കുന്ന പോലെ തോന്നി. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? മലേഷ്യയിലായിരുന്നെന്നോ? അപ്പൊ തന്റെ വീട്ടിലുണ്ടായിരുന്ന പാർവതി ഇവിടെ പ്രേതാണോ? സിദ്ധാർത്ഥ് എന്തോ ചോദിക്കാൻ പോയപ്പോൾ മേഘ അവന്റെ കൈ പിടിച്ച് തടഞ്ഞു. പാർവതി എന്നാ അങ്ങോട്ടേക്ക് പോയത്? ആൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉറപ്പുവരുത്താനായി മേഘ ചോദിച്ചു. കൃത്യമായി പറഞ്ഞ സിദ്ധാർത്ഥ് ചെന്നൈയിൽ നിന്ന് പോന്നന്ന്. അതിന്റെ തലേന്ന് മേഘയെ കാണാതെ ഇവരൊക്കെ ഞാൻ മലേഷ്യയിലെത്തി കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത്. തിരിച്ചു വന്ന് ഇന്ന് പുലർച്ചെയാ. എന്നാ മേഘ അങ്ങനെ ചോദിച്ച്? ഏയ് ഒന്നുമില്ല പാർവതി, ഞാൻ വെറുതെ തിരക്കുന്നേ ഉള്ളൂ. മേഘ അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥി നോക്കി. പാർവതി പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത മട്ടിലിരിക്കുകയാണ് അവൻ. നിങ്ങൾ അച്ഛനെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതെന്തായാലും നന്നായി. എനിക്ക് മേഘയൊന്നും കാണാൻ പറ്റിയല്ലോ. നിങ്ങൾ ഇരിക്കുക കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പാർവതി പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടുപോലും ചിമ്മാതെ മേഘ അവളെ നോക്കി തലയാട്ടി. അവൾ എഴുന്നേറ്റ് പോയപ്പോൾ സിദ്ധാർത്ഥിനെ മേഘ നോക്കി. ഇവളൊന്നും ഇങ്ങനെയൊക്കെ പറയുന്ന മേഘ? സിദ്ധാർത്ഥ് മേഘയോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ലിവിംഗ് റൂമിൽ നിന്ന് വെള്ളക്കല്ലുകൊണ്ടുണ്ടാക്കിയ ശിവന്റെയും പാർവതിയുടെയും പ്രതിമയിലേക്കായിരുന്നു. പാർവതി ദേവിയുടെ പ്രതിമയ്ക്ക് വല്ലാത്തൊരു തിളക്കം കൈവന്ന പോലെ മേഘക്ക് തോന്നി. അത് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടോ, കണ്ണ് ചിമ്മുന്നുവോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. ഭക്തിപൂർവ്വം മേഘ കണ്ണുകൾ അടച്ചു പിടിച്ചു. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് സിദ്ധുവേട്ടാ. പാർവതിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, നേരിട്ടല്ല, സ്വപ്നത്തില്. അവിടെ ആ ഇരുട്ടർക്കുള്ളിൽ നിന്ന് 3 തവണ ഞാൻ ഈ പാർവതിയെ സ്വപ്നം കണ്ടിരുന്നു. സിദ്ധുവേട്ടൻ്റെ കൈയും പിടിച്ച് പാർവതിൻ്റെ അരിയിലേക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. ഒരു പ്രതീക്ഷയില്ലാതിരുന്ന് ഞാൻ എൻ്റെ മഹാദേവനെ മാത്രം ഇടവിടാതെ പ്രാർത്ഥിച്ചിരുന്നു. അതിനിപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി കഴിഞ്ഞിരിക്കുന്നു. സിദ്ധുവേട്ടാ, നമ്മുടെ അരികിലേക്ക് വന്നത് ഈ പാർവതിയല്ല, സാക്ഷാൽ മഹാദേവന്റെ പാർവതിയാ. അല്ലെങ്കിൽ സിദ്ധുവേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് പോലും അവളെ ഓർമ്മയില്ലത്രേ. അല്ലെങ്കിലും തിന്മ വിളയാടുന്നിടത്ത് മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ തന്റെ ഭക്തരെ രക്ഷിക്കാൻ ഇതുപോലെ ദൈവങ്ങൾ ഇറങ്ങും. എന്നാലും മേഘ, സിദ്ധാർത്ഥിന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരെന്നാലല്ല സിദ്ധുവേട്ട, ഇത് തന്നെയാണ് സത്യം. ഇനി ആരോട് ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. ആലോചിച്ച് നോക്കിയപ്പോൾ യുക്തിക്ക് നിരക്കിൽ നിന്ന് മനസ്സിന്റെ ഒരു കോൺ വാദിക്കുന്നുണ്ടെങ്കിലും നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ മേഘ പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്നുണ്ട്. മേഘ പറഞ്ഞ പോലെ മനുഷ്യനെ കൊണ്ട് കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പാർവതി ദേവി ഇറങ്ങി വന്നതാവാം. സിദ്ധാർത്ഥ് സ്വയം അങ്ങനെ സമാധാനിച്ചു. ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഗുരുവിന്റെ വീട്ടിലേക്ക് വന്നെങ്കിലും കലങ്ങി തെളിഞ്ഞ മനസ്സുമായിട്ടാണ് സിദ്ധാർത്ഥ മേഘയും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. വന്ന് കയറിയിട്ടുണ്ട്, വാ മൂങ്ങയുടെ പോലെ അടച്ചു പിടിച്ചിരിക്കുക. എന്തെങ്കിലും 10 പ്രാവശ്യം ചോദിച്ചാൽ ഒന്ന് മൂളും. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മോന്റെ ക്ഷേമം അറിയണമെങ്കിലേ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. കള്ളി ചുമക്കുന്ന പണിയുടെ ഇടവേളയിൽ ഉച്ചയ്ക്ക് ചോറുന്നാനായി വീട്ടിലേക്ക് വന്നായിരുന്നു രാഘവൻ. പുറത്ത് ജീവന്റെ ചെരുപ്പിടക്ക് കണ്ടപ്പോൾ സുമതിയോടവൻ എപ്പോൾ വന്നു, എന്തെങ്കിലും പറഞ്ഞു പോയെന്നൊക്കെ തിരക്കിയായിരുന്നു അയാൾ. തമിഴന്മാർ വൈദ്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും കൊല്ലാനാക്കിയെന്നൊക്കെ പറഞ്ഞ് ജീവനും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും ഒരു തിരിച്ചറിയൽ പരേഡ് ബാക്കി നിൽപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി ജീവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന പാടെ മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയായിരുന്നു ജീവൻ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തായെന്ന് സുമതി 2 തവണ ചോദിച്ചെങ്കിലും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ ഒന്ന് മര്യാദക്ക് സംസാരിക്കുക സുമതി. അവൻ എന്തായാലും പെട്ടുകഴിഞ്ഞു. നമ്മുടെ മോനല്ലേ, അവനോട് ക്ഷമിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവനോട് ഇത്തിരി മയത്തിലൊക്കെ നിൽക്ക്. എന്തായാലും ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. രാഘവൻ ജീവന്റെ മുറിയിലെ ലോക്ക് പിടിച്ച് തിരിച്ചപ്പോൾ അത് തനിയെ തുറന്നു.
ജനാലക്കരികിൽ ഒരു കസേരയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ജീവൻ. പഴയ ജീവന്റെ ഒരു നിഴൽ പോലുമില്ല. ആകെ മെലിഞ്ഞ് കോലം കെട്ടു. കൺകുഴികളൊക്കെ വല്ലാതെ താഴ്ന്നുപോയി. എപ്പോഴും ആലോചനയാണ്. രാത്രിയിൽ ഉറക്കവുമില്ല. രാത്രിയിൽ മിക്കപ്പോഴും പുറത്തിറങ്ങി വെറുതെ നടക്കുന്ന കാണാം. രാഘവൻ ജീവന്റെ അരികിലേക്ക് ചെന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.